പണം ഇവിടെ സേഫ്റ്റി ആയിരിക്കും. ഇതൊക്കെ നല്ല സേഫ്റ്റിയാണ് സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമില് ഇത് വെപ്പോന്ന് ആരും ഒരിക്കൽ പോലും ചിന്തിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് പണത്തെ നമ്മൾ ഷെയർ പണിക്കലാം. ഇപ്പൊ വേണം. എന്താ ഇപ്പൊ ആ രവി നമ്മളെ അന്വേഷിച്ച് നടക്കായിരിക്കും. അവൻ പണവും കൊണ്ട് മുങ്ങിയെന്ന് പറഞ്ഞ അവന്റെ ആളുകൾ തന്നെ അവനെ കൊല്ലും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഏയ് ഓവറല്ല, കുട്ടിക്ക് ഞാൻ എങ്ക இருக்குன்னு தெரியும். സോ ഞാൻ തൃശ്ശൂർ പോറேன். നീങ്ക എങ്കയാവത് പോകണം. ഞാൻ ഫോൺ പண்றேன், അപ്പൊ വാങ്ങ. ശരി, അങ്ങനെയാണെങ്കിൽ ലോക്കർ കീയും റെസിപ്റ്റും നിന്റെ കയ്യിൽ കിട്ടട്ടെ. ഓക്കെ. ഇത് കാരണമാക്കി ശേഖർ എന്നെ കൊന്നുകളയുമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ആളുകളെ വെച്ച് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അവള് കോയമ്പത്തൂരുകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്രോക്കർ മൂലം അവള് തൃശ്ശൂരിലുണ്ടെന്നറിഞ്ഞ് അവളോട് ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അവൾക്ക് ഫോൺ ചെയ്യാം, അവളോട് വന്നേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ കഴുത്ത് ഞാൻ അറുത്ത് കളയും. പ്ലീസ് രവി, എന്റെ അനിയത്തെ ഏതും ചെയ്യരുത്. എന്താടി, സ്നേഹിക്കുവാണോ? എനിക്കും എന്റെ ജീവനിൽ പേടിയുണ്ട്. എന്റെ ആളുകൾ എനിക്ക് ഒരു ഒറ്റ ദിവസമാ സമയം തന്നിരിക്കുന്നേ. നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ശേഖറിന്റെ കണ്ണിലെങ്ങനെ ഞാൻ പെട്ടാൽ മരണം ഉറപ്പാ. കാശ് എവിടെയാടി? അത് എനിക്ക് അറിയില്ല. മതിയടി നിന്റെ അഭിനയം. നിനക്ക് 1 മിനിറ്റ് സമയം തരാം. സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിന്നെ ഇവിടെ വെച്ച് കൊന്നിട്ട് നിന്റെ അനിയത്തിയെ ബോംബെയിൽ ആന്ധ്രയിൽ കൊണ്ടുപോയി വിൽക്കും. എന്റെ ആളുകൾ അവളെ നോട്ടോട്ട് വെച്ചിരിക്കുക. ചെയ്യട്ടെടി, ഫോൺ ചെയ്യട്ടെ. വേണ വേണ, ഞാൻ പറയാ. ടോട്ടൽ പണവും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമിലിരിക്ക്. ഡോക്യുമെന്റ് എവിടെയാ? ഞാനെടുത്ത പണവും ഡോക്യുമെന്റ്സും എല്ലാം അങ്കതായി ഇരിക്ക്. കീയും റെസിപ്റ്റും ഒക്കെ എവിടെയാ? എന്റെ ആളുകൾ എന്നോട് തന്നെ കളിക്കാല്ലേ? കണ്ടില്ലേ ശേഖർ ആ ലൈനില്. ഞാൻ ഏത് ഏരിയയിൽ പോയാലും ശേഖരന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് പുറകെ വരും. പ്ലീസ് പ്ലീസ് എങ്കിട്ട് ക്ഷമിക്കണം. എടി, എനിക്ക് വേണ്ടിയത് എന്റെ കാശ. എനിക്കത് കിട്ടിയാ മതി. അതിനു മുമ്പ് ഞാൻ മുതലാളിയുടെ കണ്ണിൽ പെട്ട അയാൾ എന്നെ തീർക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനുള്ളിൽ കാശും കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം.